കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചു. മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു. കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത് 2.5 മണിക്കൂറോളം. അപകടമുണ്ടായത് കുളിക്കാനായി പോയപ്പോൾ. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂം ഞങ്ങൾ എല്ലാവരും അവിടെ പൊക്കോണ്ടിരുന്നത്. 3 ബാത്റൂം ഉണ്ട്, ഒരെണ്ണം ഉപയോഗിക്കാനില്ല, ബാക്കി 2 എണ്ണം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂം തന്നെ. മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്തത് 2.5 മണിക്കൂർ വൈകി. തിരച്ചിൽ തുടങ്ങിയത് കാണാനില്ലെന്ന പരാതി ഉയർന്നതോടെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി വീണ ജോർജ്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയിലെ തുറന്നു പറച്ചിലിൽ തനിക്കെതിരെ നടപടിക്ക് സാധ്യതയെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ചുമതല ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറി. തുറന്നു പറച്ചിലിൽ ഗുണമുണ്ടായെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന അന്വേഷണ സമിതി റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം ചട്ടവിരുദ്ധമെങ്കിലും നടപടി വേണ്ടെന്നും 4-അംഗ സമിതി. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചു. റെഡ് സോണിൽ ബെഡ് ഇല്ലാത്തതിനാൽ സ്ട്രക്ചറിൽ തന്നെ കിടത്തി. ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേ എന്ന് ജീവനക്കാർ ചോദിച്ചതെന്നും ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പോരുമുറുകുന്നു. VC ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ പെരുമാറുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. രജിസ്ട്രാർക്ക് ജോലിയിൽ തുടരാമെന്നും മന്ത്രി R ബിന്ദു. സസ്പെൻഷൻ നിയമപരമായി നിലനിൽക്കില്ലെന്ന് VD സതീശൻ. VCയുടേത് RSS വിധേയത്വമെന്ന് K മുരളീധരൻ. VCക്കെതിരെ കോടതിയെ സമീപിക്കാൻ രജിസ്ട്രാർ. DYFIയുടെ രാജ്ഭവൻ മാർച്ചിൽ കേസെടുക്കണമെന്ന് DGPയോട് ഗവർണർ. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപകന് സസ്പെൻഷൻ. നടപടി വിസ്ഡം സംസ്ഥാന സെക്രട്ടറി കൂടിയായ TK അഷ്റഫിനെതിരെ. സസ്പെൻഡ് ചെയ്തത് പാലക്കാട് എടത്തനാട്ടുകര TAM സ്കൂൾ മാനേജ്മെന്റ്. ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവും അറസ്റ്റിൽ. പിടിയിലായത് മരിച്ച ഏഞ്ചൽ ജാസ്മിന്റെ മാതാവ് ജെസിമോൾ. കൊലപാതകത്തിന് ജെസിമോളും സഹായിച്ചെന്ന് പോലീസ്. തോർത്തു മുറുക്കിയപ്പോൾ കൈകൾ പിടിച്ചുവെന്നും കണ്ടെത്തൽ. അമ്മാവനും കസ്റ്റഡിയിൽ. മാലിയിൽ ഇന്ത്യൻ പൗരന്മാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത് സിമന്റ് ഫാക്ടറി തൊഴിലാളികളായ ഇന്ത്യക്കാരെ. തട്ടിക്കൊണ്ടുപോയത് അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള സംഘടന. മാലി സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യ.